വെൽക്കം ബാക്ക് ടു ടെക് സൊല്യൂഷൻസ്. ടെക് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സഞ്ജയ് സുബ്രഹ്മണ്യ. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ്സിന്റെ നമ്മൾ 4ാമത്തെ മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാത്സ് ക്ലാസ്സിന്റെ പാർട്ട് 1 നിങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. മാത്സ് ക്ലാസ് 4ന്റെ പാർട്ട് 2 ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ക്വയർ റൂട്ട് കണ്ടെത്താനുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു. കുറച്ച് ഇനി ഒരു വ്യത്യസ്തമായ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സ്ക്വയർ റൂട്ട് ഓഫ് 21 51 169. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാം അല്ലേ? ഈ നമ്പർ കാണുമ്പോൾ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അതായത് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ 1.5 എഴുതും അല്ലേ? നമ്മൾ എങ്ങനെ എഴുതാം? 1.5 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? 1 1/2 1 1/2. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെങ്ങനെയാണ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അതായത് 1 × 2. പിന്നെ എന്ത് ചെയ്യുക? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമ്പർ എന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ കൂട്ടുക. 1 × 2 + 1 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? താഴെയുള്ള നമ്പർ എഴുതുക. അതായത് 1 2 × 1 2 × 1 + 1 എഴുതി. അപ്പോൾ 2 2 2 + 1 3 ഡിവൈഡ് ബൈ താഴെ നമ്പർ എഴുതുക. 3/2 അല്ലേ? 3/2 3ന്റെ പകുതി അല്ലേ? 3/2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതി എത്രയാണ്? 1.5 അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ഈ ക്വസ്റ്റ്യനും ഉദ്ദേശിക്കുന്നത്. 21 51/199 അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം ഇതേ ഇൻറ്റു ഇത് ചെയ്യാം. 169 × 21 ചെയ്യാം. പ്ലസ് എന്ത് ചെയ്യാം? ഇവിടെയുള്ള മേലുള്ള നമ്പർ 51 ഡിവൈഡ് ബൈ താഴെ നമ്പർ. അപ്പൊ നമ്മളിതിനെ സിംപ്ലിഫൈ എഴുതി ഇങ്ങനെ എഴുതി അല്ലേ? ഇനി എന്ത് ചെയ്യാം? 169 × 21 മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 169 × 21 9 6 1 8 3 3 9 4 5 4 4549. ഇത് ചെയ്തപ്പോൾ നമുക്ക് 4549 കിട്ടി. പ്ലസ് 51 ചെയ്യാം. എത്ര കിട്ടും? 3549. അപ്പൊ നമുക്ക് 3600 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മേലെ ഇവിടെ റൂട്ടിനകത്ത് 3600 ഡിവൈഡ് ബൈ 169. ഓക്കെ ആണല്ലോ? ഇനി നോക്കുക, 3600 സ്ക്വയർ റൂട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമുക്കറിയാം 6ന്റെ സ്ക്വയർ 36 ആണ്. അപ്പൊ 3600 സ്ക്വയർ റൂട്ട് എത്ര ആയിരിക്കും? 60 ആയിരിക്കും അല്ലെ? 60 × 60 3600 കിട്ടും. നമുക്ക് 169 സ്ക്വയർ റൂട്ട് നമുക്കറിയാം 13 ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. 60/13 ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ 60/13 ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതായത് എന്ത് ചെയ്യുക? 60നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും? 5 10 50. 4 13 എത്ര കിട്ടും? 4 13 4 13 52 ആണ്. ബാക്കി എത്ര ഉള്ളത്? 8 ഉള്ളത്. അപ്പോൾ 4 8/13 എഴുതാം. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. ഒന്നുകിൽ 60/13 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആൻസർ വെച്ച് എന്ത് ചെയ്യാം? 60/13 നമ്മൾ ഒന്നും കൂടി ഹരിച്ചു നോക്കുക. ഹരിക്കുമ്പോൾ റിമൈൻഡർ എഴുതുന്ന മേലെ എഴുതുക. പിന്നെ 4 4 13 52 ആണ്. റിമൈൻഡർ 8 ആണ്. ഡിവൈഡ് ബൈ 13 എഴുതുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമുക്കിനി അടുത്തൊരു സംഭവം നോക്കാം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട്. അതായത് നമ്മൾ ഒരു നമ്പറിന്റെ ഇവിടെ നോക്കാം 1 4 9 5 5 6. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു നമ്പറിന്റെ സ്ക്വയർ കാണണമെങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിജിറ്റുകൾ ഏതൊക്കെയാണ് വരിക? ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും, അല്ലെങ്കിൽ 9 ആയിരിക്കും. 2 3 7 8 ഈ നമ്പർ എന്ത് ചെയ്യില്ല? നമ്മുടെ സ്ക്വയർ കാണുന്ന സമയത്ത് ഒരിക്കലും യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരില്ല അല്ലേ? കാരണം നമുക്കറിയാം 1ന്റെ സ്ക്വയർ 1 ആണ്,
2ന്റെ സ്ക്വയർ 4 അല്ലെ, 2 വരുമ്പോൾ 4 വരും, അതുപോലെ 8 വരുമ്പോഴും 4 വരും യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, അതായത് ഇവിടെ നോക്കാം, ഇപ്പോൾ റൂട്ടിനകത്ത് നമ്മുടെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് 1 വിചാരിക്കാം. 1 വരുന്നത് ഏതൊക്കെ ചാൻസ് ഉള്ളത്? ഒന്നെങ്കിൽ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ 9 ആണെങ്കിൽ. കാരണം 1 × 1 1 കിട്ടും, 9 × 9 81 കിട്ടും, അവിടെ 1. ഇനി എന്ത് ചെയ്യും? 2 ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് നമ്പർ വരില്ല അല്ലേ, 2 ഒരിക്കലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിട്ട് ഒരിക്കലും വരില്ല. പിന്നെ വരുന്നത് 4 ആണ് അല്ലേ. 4 വരുന്ന കേസുകൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 2 വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 8 വരുന്ന സമയത്ത് അല്ലേ. ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 2 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 8 വരുന്ന സമയത്ത് എന്ത് ചെയ്യും? 4 ആയിരിക്കും നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് വരിക. പിന്നെ വരുന്നത് 5 എപ്പോഴാണ് വരിക? 5 വരാനുള്ള ഒറ്റ ചാൻസ് ഉള്ളൂ, അത് 5 വരുമ്പോൾ മാത്രം അല്ലേ. 5 25 ആ 5 ആണ് അവിടെ വരുന്നത്. പിന്നെ 6 വരും. 6 വരുന്നപ്പോഴേക്കാണ്? ഒന്ന് 4 വരുന്ന സമയത്ത്, 4 16 6, അതുപോലെ 6 6 36 അവിടെ വരുന്ന 6. അപ്പോൾ 6 വരുന്ന ചാൻസ് 2 ചാൻസാണ്, 4 വരുമ്പോഴും 6 വരുമ്പോഴും. പിന്നെ വരുന്നത് 9 എപ്പോഴാണ് വരുന്നത്? ഒന്ന് 3 വരുന്ന സമയത്ത്, 3 9, അതുപോലെ 7 വരുന്ന സമയത്ത് 7 7 49ന്റെ 9. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് എന്ത് ചെയ്യുക, ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയി വരുന്ന സമയത്ത് സ്ക്വയർ വരുള്ളൂ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ വരുള്ളൂ. 2 3 7 8 ഈ നമ്പറാണ് ഒരു നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ ആ നമ്പർ എന്തുണ്ടായിരിക്കില്ല? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് നമ്പർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം. 1 വരെയുള്ള ചാൻസ് 1 ആണെങ്കിൽ ഒരു നമ്പർ 81ന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ പറഞ്ഞു. ഇവിടെ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ ആ നമ്പറിൽ 1 വരും എൻഡിലായിട്ട്, അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് 1 വരും, അല്ലെങ്കിൽ 9 വരും അല്ലേ. ഇപ്പം നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് 441 നമ്മളിതിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. 41 ഇവിടെ 1 ആണ് വരുന്നത്. ഇപ്പോൾ ചാൻസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഇവിടെ 1 വരാം, അല്ലെങ്കിൽ ഇവിടെ 9 വരാം. ഇനി എന്ത് ചെയ്യുക? 4ന്റെ മുന്നുള്ള പെർഫെക്റ്റ് അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ എത്ര വരും നോക്കാം. 2ന്റെ സ്ക്വയർ 4 വരുന്നുണ്ട്, അപ്പോൾ 21 വരും, 29 വരും. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 ആണ്. എന്ത് ചെയ്യുക? 2 × തൊട്ടടുത്ത നമ്പർ ചെയ്യുക, 2 × 3 6 കിട്ടും. 6ഉം ഈ 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ 6 വലുതാണ്. 6 വലുതാണെങ്കിൽ ചെറിയ നമ്പർ സെലക്ട് ചെയ്യുക. 21 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇവിടെ 1 ആകുമ്പോൾ വരാനുള്ള ചാൻസ് 1ഉം 9ഉം. അപ്പോൾ 1 9 ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ ഇവിടെ 4, ഇപ്പോൾ 484 വിചാരിക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 484 നമ്മൾ ഈ നമ്പറെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്യുക അല്ലെ. 84ഉം 4ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 4 ആണ്. അപ്പോൾ 4 വരുമ്പോഴേക്കാണ് 4 വരുന്നത് യൂണിറ്റ് ഡിജിറ്റ് 2 ആവുന്ന സമയത്തും 8 ആവുന്ന സമയത്തും. പിന്നെ ഇവിടെ 4 ഉണ്ട്. 4 പറഞ്ഞാൽ 2 ആയിരിക്കും വരിക. 2 2 4 ആണ്. എന്ത് 2 × 3 ചെയ്യാം 6. 6ഉം ഈ 4ഉം തമ്മിൽ കമ്പയർ ചെയ്യാം. 6 വലുതാണ്. 6 വലുതാണെങ്കിൽ എന്ത് ചെയ്യുക? ഇന്ന് ചെറിയ നമ്പർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ 5 വരുന്ന കേസ് ഒറ്റ കേസുള്ളൂ, 5 തന്നെ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. പിന്നെ 6 വരുന്നത് 4 വരുന്ന കേസിലും 6 വരുന്ന കേസിലും, 9 വരുന്നത് 3 വരുന്ന കേസിലും 7 വരുന്ന കേസിലും. ഓക്കെ, അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ പറയാനുള്ളത് നമ്മൾ നേരത്തെ പറയേണ്ടതായിരുന്നു. അതായത് ഒരു 4 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് ഒരു 4 ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ 4 അക്ക നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ സ്ക്വയർ റൂട്ടിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കും? 2 നമ്പർ ഉണ്ടായിരിക്കും. അതായത് ഈ 2 നമ്പർ ഒരു ഗ്രൂപ്പ്, ഈ 2 നമ്പർ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ 2 നമ്പർ ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇനി 5 ഡിജിറ്റ്, ഓക്കെ, 5 ഡിജിറ്റ് നമ്പറിൻ്റെ ഈ സംഭവം നിങ്ങൾ ഇവിടെ എഴുതട്ടോ, കോപ്പി ചെയ്ത് എഴുതാം. 5 ഡിജിറ്റ് നമ്പർ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത്, അപ്പോൾ 1 2 3 4 5 5 അക്കങ്ങളുള്ള നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണുന്ന സമയത്ത് അതിന്റെ ആൻസർ എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് അതിൽ 3 ഡിജിറ്റുള്ള നമ്പർ ആയിരിക്കും അതിന്റെ ആൻസർ വരിക. അതായത് ഈ ഒരു ഗ്രൂപ്പ് 1, ഈ ഒരു ഗ്രൂപ്പ് 1, ഈ ഒരു ഗ്രൂപ്പ്. എന്ത് ചെയ്യുക? നമ്പറിനെ 2 ആയി ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര നമ്പർ അതിന്റെ ആൻസർ ആയിട്ട് വരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ 2 ആയിട്ട് ഒരു ഗ്രൂപ്പാക്കി, ഇതിനെ 2 ആയിട്ട് ഒരു ഗ്രൂപ്പാക്കി, പിന്നെ ഒറ്റയ്ക്കുള്ള ഒരാൾ. അപ്പോൾ 1 2 3. ഇവരെന്താണ്? ഇവിടെ 2 ആൾ ഒരു ഗ്രൂപ്പ്, ഇവർ 2 ആൾ ഗ്രൂപ്പ്. അപ്പോൾ 1 2. ഇനി 6 നമ്പർ ഉണ്ടെങ്കിലോ 6 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണുന്ന എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ
സ്ക്വയർ റൂട്ട് ഓഫ് 1 2 3 4 5 6 6 നമ്പർ ഉണ്ടെങ്കിൽ ഇവരൊരു ഗ്രൂപ്പ് ഇവരൊരു ഗ്രൂപ്പ് ഇവരൊരു ഗ്രൂപ്പ്. ഇതിന്റെ ആൻസറിൽ എത്ര ഡീറ്റ ഉണ്ടായിരിക്കുക? 3 ഡീറ്റ ഉണ്ടായിരിക്കുക. 1 2 3 ഗ്രൂപ്പ് ആയതുകൊണ്ട്. ഇനി 7 നമ്പർ ആകുമ്പോഴോ 7 ഡീറ്റ ആണെങ്കിലോ ബാക്കിയുള്ള കാര്യം നിങ്ങളിവിടെ എഴുതട്ടോ. 7 ഡീറ്റ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നിങ്ങളിവിടെ കംപ്ലീറ്റ് ആക്കി എഴുതാം. അപ്പോൾ നമ്മൾ നോക്കുക 1 2 3 4 5 6 7 ഇവരൊരു ഗ്രൂപ്പ് ഇവരൊരു ഗ്രൂപ്പ് ഇവരൊരു ഗ്രൂപ്പ് ഇയാളൊരു ഗ്രൂപ്പ്. മൊത്തം 4 നമ്പർ അതായത് 4 ഗ്രൂപ്പുകളെ കൊണ്ട് 4 നമ്പർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 60 പ്ലസ് സ്ക്വയറിനകത്ത് സ്ക്വയർ റൂട്ടിനകത്ത് 10 പ്ലസ് വീണ്ടും ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 36. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ ഉണ്ടാവാറുള്ള ക്വസ്റ്റ്യൻ. റെയിൽവേയുടെ അതുപോലെ SSCന്റെ എക്സാമിന് സാധാരണ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാം? ഇവിടെ നോക്കാം. വലിയൊരു സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിനകത്താണ് മൊത്തം വരുന്നത് 60 പ്ലസ് പിന്നെ വീണ്ടും ഒരു സ്ക്വയർ റൂട്ട്, അതിൽ 10 പ്ലസ് പിന്നെ വീണ്ടും ഒരു സ്ക്വയർ റൂട്ട് 36. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഏറ്റവും അകത്തുള്ള സ്ക്വയർ റൂട്ടിന്റെ അകത്തുള്ള നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ അല്ലേ? റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 × 6 ആണ് 36. ഇനി എന്ത് ചെയ്യാം? ഈ 6ഉം 10ഉം കൂട്ടുക. എത്ര കിട്ടും? 16 കിട്ടും അല്ലേ? 6ഉം 10ഉം കൂട്ടിയാൽ 16 ആയി. അപ്പോൾ ഇത് മൊത്തം എന്തായി? മൊത്തം റൂട്ടിനകത്ത് 16 ആയി. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? 60 പ്ലസ് റൂട്ടിനകത്ത് 10 പ്ലസ് 6 16 ആയി. അപ്പോൾ നമുക്കറിയാം 16 റൂട്ട് എത്രയാണ്? 4 ആണ്. 4 × 4 ആണ് 16. അപ്പോൾ എന്തായി? ഈ റൂട്ട് 16 4 ആയിട്ട് മാറി. ബാക്കി എന്തായി? 60 പ്ലസ് 4 64. റൂട്ട് ഓഫ് 64 ആൻസർ എത്രയാണ്? 8 × 8 ആണ് 64. 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പോൾ നമ്മുടെ ആൻസർ 8. ഓക്കെ അല്ലേ? ഏറ്റവും അകത്തുള്ള നമ്പറിന്റെ റൂട്ട് കാണാം. അതെന്ത് ചെയ്യുക? അടുത്ത നമ്പറോട് കൂട്ടുക. 16 കിട്ടി. 16ന്റെ റൂട്ട് 4 ആണ്. 64 കൂട്ടി 64 ആണ്. 64ന്റെ റൂട്ട് 8 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമ്പിൾ ആണ്. ഇതേ മെത്തേഡ് ഉപയോഗിക്കാൻ നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ. സ്ക്വയർ റൂട്ട് ഓഫ് 655 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 404 പ്ലസ് വീണ്ടും സ്ക്വയർ റൂട്ട് ഓഫ് 1362 പ്ലസ് വീണ്ടും റൂട്ട് ഓഫ് 49. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഏറ്റവും അകത്തുള്ള നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. ഏറ്റവും അകത്ത് വരുന്നത് 49 ആണ്. 40ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 7 ആണ് അല്ലേ? 7 കിട്ടി. പിന്നെ എന്ത് ചെയ്യുക? 1362ഉം 7ഉം കൂട്ടുക. എത്ര കിട്ടും? 1369 കിട്ടും. അപ്പോൾ 1369ന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിക്കുക. 1369 സ്ക്വയർ റൂട്ട് 2 സ്പ്ലിറ്റ് ആക്കി മാറ്റി 9 ആണെങ്കിൽ 3ഉം വരും 7ഉം വരും അല്ലേ? 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ആൻസർ. 3ഉം വരും 7ഉം വരും അല്ലേ? 4 നമ്പർ ആണെങ്കിൽ 2 ഡിജിറ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഇവിടെ 9 ആണെങ്കിൽ 3ഉം വരും 7ഉം വരും അല്ലേ? 9 ആണെങ്കിൽ 3ഉം വരും 7ഉം വരും. പിന്നെ 13ന്റെ മുന്നേയുള്ള സ്ക്വയർ നമ്പർ എത്രയാണ്? 3 9 4 16. അപ്പോൾ 3 ആണ് വരുന്നത്. 33ഉം വരും 37ഉം വരും. അപ്പോൾ 3 കിട്ടിയാൽ 3 × 3 തൊട്ടടുത്ത നമ്പർ 3 × 4 12 കിട്ടും. 12 എന്താണ്? 13നേക്കാളും ചെറുതാണ്. നമ്മൾ വലിയ നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1362ഉം 7ഉം കൂട്ടിയപ്പോൾ 1369 കിട്ടി. അതിൻ്റെ റൂട്ട് 37 ആണ്. ഇനി എന്ത് ചെയ്യുക? 404ഉം ഈ കിട്ടിയ 37ഉം തമ്മിൽ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 404 37ഉം 441 കിട്ടും. ഓക്കെ, 441. അപ്പോൾ 441 എന്ന് പറയുന്നത് എന്തിൻ്റെ റൂട്ടാണ്? 21ന്റെ റൂട്ടാണ് അല്ലേ? അപ്പോൾ 440ന്റെ റൂട്ട് നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി. ആ 21 എന്ത് ചെയ്യാം? 21 പ്ലസ് 655 ചെയ്യാം. എത്ര കിട്ടും? റൂട്ട് ഓഫ് 655ഉം 21ഉം കൂട്ടിയാൽ 676 കിട്ടും. 676ന്റെ റൂട്ട് എത്രയാണ്? നമ്മൾ പഠിച്ചതല്ലേ? 26 അല്ലേ? 676ന്റെ റൂട്ട് നമ്മുടെ ആൻസർ 26 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം.
6084 സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. 6084. 12ാമത്തെ ക്വസ്റ്റ്യൻ 9409 സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. 13ാമത്തെ ക്വസ്റ്റ്യൻ 18769 സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. 14th ക്വസ്റ്റ്യൻ 1296 സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. 15th ക്വസ്റ്റ്യൻ 69169 സ്ക്വയർ റൂട്ട് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്കായി തന്നിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുക, 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നോക്കുക, 4 നമ്പർ ആണെങ്കിൽ 2 നമ്പറായി ഡിവൈഡ് ചെയ്യുക. ഇവിടെ 2 നമ്പറായി ഡിവൈഡ് ചെയ്തു. ഇവിടുത്തെ 5 നമ്പർ ആണെങ്കിൽ ആദ്യത്തെ 2 നമ്പറും അവസാനത്തെ 3 നമ്പറും സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ 2 2 ഇവിടുത്തെ 3 നമ്പറും ഈ 2 നമ്പറും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, 4 അക്ക നമ്പർ ആണെങ്കിൽ ആൻസറിൽ 2 അക്ക നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഇവിടെ 4 അക്ക നമ്പർ ആണെങ്കിൽ ഇവിടെ 2 അക്ക നമ്പർ ആയിരിക്കും. ഇവിടെ 5 അക്ക നമ്പർ ആണ്, 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ആൻസർ എത്ര ആയിരിക്കും? 3 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, 3 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 5 ആണെങ്കിൽ 3 ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങളൊന്നും വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 ടൈപ്പ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആ 4 ക്വസ്റ്റ്യൻസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്വയർ റൂട്ട് എന്നുള്ള ആ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ വരുന്നത് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ആണ്. അത് നമ്മൾ മാത്സിൻ്റെ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുക. ഓക്കെ, എല്ലാം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒതുക്കാനാവില്ല. അതുകൊണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ടും കൂടി നമ്മൾ സ്ക്വയർ റൂട്ടിൻ്റെ വേറെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. ബാക്കി ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് എന്നുള്ള ആ ഒരു പോർഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ബൈ വാട്ട് ലീസ്റ്റ് നമ്പർ 2160 ഷുഡ് ബി ഡിവൈഡഡ് ഓർ മൾട്ടിപ്ലൈഡ് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് സ്ക്വയർ? എന്താ ക്വസ്റ്റ്യൻ? ബൈ വാട്ട് ലീസ്റ്റ് നമ്പർ, അല്ലെ, ഏത് ലീസ്റ്റ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് 2160 എന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിട്ട് മാറും. അതായത് ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ 2160 ആണ്. ഈ നമ്പറിനെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായി മാറും? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവും. എന്താ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 64 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്, അല്ലേ? അതുപോലെ 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. 8ന്റെ സ്ക്വയർ ആണ് 64, 5ന്റെ സ്ക്വയർ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അല്ലെങ്കിൽ 100, 10ന്റെ സ്ക്വയർ ആണ് 100, അപ്പോൾ 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. അപ്പോൾ 2160 എന്ന നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടണം. ഓക്കെ, ഇത് വീണ്ടും ഇവിടെ എഴുതാം, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടുക? അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ മീനിങ്. ഓക്കെ, അതായത് ഒരു നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ എന്ത് ചെയ്യണം? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിട്ട് മാറണം. അപ്പോൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അങ്ങനെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫാക്ടർ മെത്തേഡ് എന്നൊരു ടൈപ്പ് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്വസ്റ്റ്യൻ തന്ന നമ്പർ എന്ത് ചെയ്യുക? നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യാം. അതായത് ഇവിടെ നോക്കാം, 2160 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ചെറുതാക്കി കൊണ്ടുവരാം. അതായത് നമുക്കറിയാം ഇങ്ങനെ ചെറുതാക്കുക. ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2160നെ 2 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്താൽ 2 1 1080 കിട്ടും, അല്ലേ? ഇതിന് വീണ്ടും ചെയ്യാം. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഫാക്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. അതായത് 540 കിട്ടും. ഇതിന് വീണ്ടും എന്ത് ചെയ്യാം? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 270 കിട്ടും. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 135 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 135നെ 2 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
2 5 10, ബാക്കി 3 35 27 കിട്ടി. 27 എന്താ ചെയ്യാം, നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 × 3 27. 9 നമുക്ക് വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 9. അവസാനം ഈ 3 എന്ത് ചെയ്യുക, വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കിവിടെ 1 കിട്ടും. അതാണ് നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫാക്ടർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക, ചെറുതാക്കി കൊണ്ടുവരാം. ക്ലിയർ? ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ, അടുത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇവിടെ 2 × 2 അല്ലേ, ഇവിടെ 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഇവിടെയുള്ള ആൻസർ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, ഇവിടെ 2 2കളുണ്ട് അല്ലേ, ഇവിടെ 2 ഉണ്ട്. അപ്പൊ നമുക്കറിയാം 2 × 2 2ന്റെ സ്ക്വയർ ആണ് അല്ലെ, 2 × 2 പറഞ്ഞാൽ 4 ആണ്, അതായത് 2² അപ്പോൾ ഇവിടെ 2² ഓക്കെ ആണ്. ഇനി എന്ത് ചെയ്യാം, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ ഇതും നമുക്ക് 2² എന്ന് പറയാം. അതും സ്ക്വയർ ആയി അല്ലെ, 2ന്റെ സ്ക്വയർ ആയി, ഇതും 2ന്റെ സ്ക്വയർ ആയി. ഇനി ഇവിടെ നോക്കാം, ഇയാള് 5 ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ഇവിടെ വേറെ 5 ഇല്ല അല്ലെ, ഈ 5 ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇയാളുടെ കൂടെ വേറൊരു 5 കൂടി വന്നാൽ എന്ത് ചെയ്യുള്ളൂ, ആ 5 ഒരു സ്ക്വയർ ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു 5ന്റെയും കൂടി ആവശ്യമുണ്ട്. ഈ 5നെ നമ്മൾ ഒരു തവണ കൂടി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുള്ളൂ, ആ 5ന് ഒരു സ്ക്വയർ വരുള്ളൂ. കാരണം ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി, 4 കിട്ടി, ഇപ്പോൾ 2ന്റെ സ്ക്വയർ ആയി. ഇവിടെ 2 ഉണ്ട്, ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 കിട്ടി, ഈ 2ന്റെ സ്ക്വയർ ആയി. പിന്നെ വരുന്ന 5 ആണ്, ഇവിടെ വേറെ 5 കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5ന്റെ സ്ക്വയർ ആക്കണം, നമ്മൾ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ 3 നോക്കുക, ഇവിടെ 2 3 ഉണ്ട്, അപ്പോൾ ഇവർ തമ്മിൽ ഓക്കെ ആയി, അവർ സ്ക്വയർ ആയി. 3 × 3 3², അതായത് 9 ആയി. പിന്നെ ബാക്കി ലാസ്റ്റ് നോക്കുക, ഈ 3 ഒറ്റയ്ക്കാണ്, ഈ 5 ഒറ്റയ്ക്ക് കിടക്കുന്ന പോലെ തന്നെ ഈ 3 എന്താണ്, അവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3നെ സ്ക്വയർ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ 3നെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കാരണം 3 ഒറ്റയ്ക്കാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3നെ വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഒറ്റയ്ക്കായിരുന്നു, അപ്പോൾ എന്ത് ചെയ്യുക, 5നെ സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ 5 × 5 ചെയ്യണം. ഇത്രയും ഓക്കെ ആണോ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം, വീണ്ടും പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ 5 × 3 നമ്മുടെ ആൻസർ എത്രയാണ്? 15 ആയിരിക്കും നമ്മുടെ ആൻസർ. അതായത് 2160 എന്ന നമ്പറിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതുപോലെ തന്നെ 2160നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അടുത്തൊരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്. ബൈ വാട്ട് ലീസ്റ്റ് നമ്പർ, ഏത് ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലോ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബൈ വാട്ട് ലീസ്റ്റ് നമ്പർ 840 ഷുഡ് ബി ഡിവൈഡഡ് ഓർ മൾട്ടിപ്ലൈഡ് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 2160 സ്ഥാനത്ത് 840 പറഞ്ഞത്. അതായത് 840 എന്ന് പറഞ്ഞ നമ്പറിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്ത് കിട്ടും, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. ഓക്കെ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതായത് 840നെ ഏറ്റവും ചെറിയ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടുക, അല്ലെങ്കിൽ 840നെ ഏറ്റവും ലീസ്റ്റ് ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാക്ടർ മെത്തേഡ് ഉപയോഗിക്കുക. അതായത് 840 എന്ത് ചെയ്യുക, നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, 420 ആണ്. ഇതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 210 ആണ്. വീണ്ടും 2 ചെയ്യുക, 105 ആണ്. 105നെ 2 പോകില്ല, അപ്പം 5 ചെയ്യുക, 2 5 10 21 കിട്ടും. ഇതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 7 കിട്ടും. അവസാനം 7 ഡിവൈഡ് ചെയ്യുക, ഇവിടെ 1 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ 2 ഉണ്ട്, ഇവർ ഓക്കെ 2² ആയി. ഈ 2 ഒറ്റയ്ക്കാണ്, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5 ഒറ്റയ്ക്കാണ്, ഇയാൾ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3 ഒറ്റയ്ക്കാണ്, അപ്പോൾ എന്ത് ചെയ്യണം, ഇയാൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 7 ഒറ്റയ്ക്കാണ്, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ ആരൊക്കെ ലാസ്റ്റ് വന്നത്? ഇവരാണ് ലാസ്റ്റ് വന്നത് അല്ലേ. ലാസ്റ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? ഇതൊരു സ്ക്വയർ ആയിട്ട് മാറുള്ളൂ. അതിനൊരു ഐഡിയ കിട്ടിയല്ലോ. എന്തിനാ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്? നമുക്ക് ഒരു സ്ക്വയർ നമ്പർ ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 2160 നമ്മൾ സ്പ്ലിറ്റ് ചെറുതായി കൊണ്ടുവന്നു. സ്ക്വയർ നമ്പർ കിട്ടണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ 2 സ്ക്വയർ വരണമെങ്കിൽ 2 × 2 വരണം, അപ്പോൾ ഇവർ ഓക്കെ. പിന്നെ 2 സ്ക്വയർ വരണമെങ്കിൽ ഇവരും 2 വരണം, അത് ഓക്കെ. പിന്നെ 5 സ്ക്വയർ വരണം, എന്ത് വരണം? 5ന്റെ കൂടെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ 5 സ്ക്വയർ വരുള്ളൂ. പിന്നെ 3ന്റെ വന്നപ്പോൾ 3 സ്ക്വയർ വരാൻ ഈ 3 മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ അവിടെ 3 സ്ക്വയർ ഓക്കെയാണ്. പിന്നെ ഒരു 3 ബാക്കിയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം? ഈ 3നും സ്ക്വയർ വരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3നെ വേറെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവസാനം എന്ത് ചെയ്യുക? ഈ 5 3 മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടി. 15 കൊണ്ട് നമ്മൾ ഈ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഈ 2 ഉണ്ട്, അവർ 2 സ്ക്വയർ ആയി. ഈ 2 പിന്നെ ഒറ്റയ്ക്കാണ്, അപ്പോൾ ഇയാളെ 2 സ്ക്വയർ ആക്കണം, എന്ത് ചെയ്യണം? വേറെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 വേറെ ഇല്ല, അപ്പോൾ ഈ 5നെ എന്ത് ചെയ്യണം? സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ 5 സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ 5നെ വേറെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 വേറെ ഇല്ല, അപ്പോൾ 3നെ എന്ത് ചെയ്യണം? സ്ക്വയർ ആക്കി മാറ്റണമെങ്കിൽ വേറെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 7 ഒറ്റയ്ക്കാണ്, അപ്പോൾ 7 സ്ക്വയർ ആക്കി മാറ്റണം, എന്ത് ചെയ്യണം? വേറെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവസാനം എന്ത് ചെയ്യുക? നമ്മൾ ഏതൊക്കെ നമ്പർ കൊണ്ടാണ് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ നമ്പറെ കൂടി എന്ത് ചെയ്യുക? നമ്മൾ മൾട്ടിപ്ലൈ നമ്മുടെ ആൻസർ കിട്ടും. അതായത് 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 2 10, 10 3 30, 37 210. ഓക്കെ. അപ്പോൾ 840നെ 210 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അല്ലെങ്കിൽ 840നെ 210 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ബൈ വാട്ട് ലീസ്റ്റ് നമ്പർ 5720. ഓക്കെ. 5720നെ ഏത് ലീസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് സ്ക്വയർ? ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താലാണോ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഹോംവർക്ക് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഇതിന് മുന്നേ വേറെ 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തന്നിട്ടുണ്ട്. അതിന് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരു ലോ ലെവൽ തൊട്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ലെവൽ തൊട്ട് ഹൈ ലെവൽ വരെയുള്ള ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യാം? വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താനുള്ള ആ ഒരു കപ്പാസിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ 4ാമത്തെ ക്ലാസ് ആയിരുന്നു ഒന്ന്. നമ്മൾ സ്ക്വയർ റൂട്ടും അതുപോലെ സ്ക്വയറും എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ബാക്കി വരുന്നതാണ് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്. നമ്മൾ ക്യൂബ് എന്ന സംഭവം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് ക്യൂബ് എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ടിൽ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മാത്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.